അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്ഥിതിഗതികളൊക്കെ ഉള്ളത്. ഈ വാസ്തവത്തിൽ ഈ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടാൻ തീരുമാനിച്ചിരുന്ന ഒരു വിഷയമായിരുന്നു ഇന്ന് 2 വർഷം മുമ്പ് നമ്മൾ തുടങ്ങി വെച്ച SNEC എന്ന് പറയുന്ന പുതിയ ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കാം, 2 വർഷമായി. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ പെൺകുട്ടികൾക്കുള്ള ഒരു വിഭാഗത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുകയുണ്ടായി ചേളാരിയിൽ വെച്ച്. 2 വർഷം പഠിച്ച് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു. അതിന് 8 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ മനസ്സിലാക്കി ഫോണിൽ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ വിവരങ്ങൾ കാണാൻ കഴിയും. SNEC എന്ന് പറയുന്ന വിദ്യാഭ്യാസ പ്രസ്ഥാനം, അത് ശരീഅത്ത് വിഭാഗം, പിന്നെ മറ്റ് ഭൗതിക വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകി മത കാര്യങ്ങൾക്ക് കുറച്ച് മതകാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെഷനും, മതകാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകി ഭൗതിക കാര്യങ്ങൾക്ക് കുറച്ച് ഭൗതിക കാര്യങ്ങൾ ചേർത്തിയിട്ടുള്ള മറ്റൊരു സെഷനും, ഇങ്ങനെ 2 ഭാഗമായി. ഈ 2 ഭാഗത്തിലും ആൺകുട്ടികൾക്ക് വേറെ പെൺകുട്ടികൾക്ക് വേറെ. അപ്പം 4ആയി. ഈ 4എണ്ണത്തിലും 7ാം ക്ലാസ് മുതൽ തുടങ്ങുന്നതും 10ാം ക്ലാസ് മുതൽക്ക് തുടങ്ങുന്നതും SLC കഴിഞ്ഞിട്ട് തുടങ്ങുന്നതും അത് എല്ലാത്തിലുമുണ്ട്. അപ്പോൾ 8 ഭാഗമായി. 8 ഭാഗമായി അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് അതിൻ്റെ ആളുകളുമായി നിങ്ങൾ ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികളെ ഏത് വിഭാഗത്തിലാണോ ചേർത്തേണ്ടത് എന്ന് നോക്കി പറ്റുന്നത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ചേർത്തി താമസിപ്പിച്ച് പഠിക്കുവാനുള്ള സ്ഥാപനങ്ങൾ ധാരാളമുണ്ട്. ഇപ്പോൾ 50 സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ കീഴിൽ 50 സ്ഥാപനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2 വർഷം കൊണ്ടാണിത്. ഇവിടെ ഇതിൻ്റെ ഇടയിൽ തന്നെ ഇത് പ്രവർത്തിക്കേണ്ടി വന്നത് CIC-യുമായി ഒരു പ്രശ്നമുണ്ടായി. അതൊന്നും ഞാൻ ഇവിടെ വിവരിക്കുന്നില്ല. ആ പ്രശ്നം വന്നപ്പോൾ അത് നമുക്ക് അനുകരിക്കാൻ പറ്റാത്ത ചില സ്വഭാവങ്ങൾ അവിടെ കണ്ടപ്പോൾ അതിനെ സമസ്ത അതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് തീരുമാനിക്കുകയും പിന്നെ പല ഐക്യ ശ്രമങ്ങളും നടത്തി. പക്ഷേ അതിലെല്ലാം പരാജയപ്പെട്ടു. നാം ഉദ്ദേശിച്ചതുപോലെ 9 കാര്യങ്ങളിൽ അത് സ്വീകരിക്കാൻ അവർ തയ്യാറല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിൽ നിന്ന് മാറുകയും അതോടുള്ള ബന്ധം പാടെ വിച്ഛേദിക്കുകയും ചെയ്തു. ഇനി CIC സമസ്ത ഒഴിവാക്കിയിട്ടില്ല, സമസ്ത അംഗീകരിച്ചുകൊണ്ടാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കളവാണ്. അപ്പൊ CIC എന്ന വിഷയം അത് സമസ്തയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് നടത്തുന്ന ഹക്കീം ഫൈസി മാത്രമല്ല, അത് നടത്തുന്ന എല്ലാ പ്രസ്ഥാനങ്ങളുമായും ഏത് സ്ഥാപനങ്ങളുമായും സമസ്തക്ക് ബന്ധമില്ല. CIC അതിന് ഒരുപാട് കോട്ടങ്ങളുണ്ട്. സമസ്ത കണ്ടുപിടിച്ചിട്ടാണ് ഈ നിയമം ഇതോടെ പറഞ്ഞത്. 2-3 മുഷാവറ മുമ്പ് ഇത് വീണ്ടും ആവർത്തിച്ചു, ഇനി CIC-യുമായി ബന്ധമില്ല എന്ന്. എന്നിട്ട് അവിടെ ഓരോരുത്തർ അവിടെയും ഇവിടെയും നിന്ന് പ്രസംഗിക്കുകയാണ്. അങ്ങനെ സമസ്ത പറഞ്ഞിട്ടില്ല, ഹക്കീം ഫൈസിനോട് ബന്ധമില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ, മറ്റത് ബന്ധമില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയല്ല, ആ പ്രസ്ഥാനവുമായി ഇനി സമസ്തയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഇതാണ് അതിന്റെ വസ്തുത. അപ്പൊ അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് അതിന്റെ കോട്ടങ്ങളൊന്നും ഇവിടെ പറയാൻ നേരല്ല, അതിന് മറ്റവസരം നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഈ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയാണ് നാം ഇത്രയും അധികം പാടുപെട്ടത് എന്ന് നാം മനസ്സിലാക്കണം. നമ്മൾ മാത്രമല്ല, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിരുന്ന സഹാബത്ത്, ഖുബൈബ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, എന്തെല്ലാം മാരകമായ പീഡനങ്ങൾക്ക് വിധേയമായി അവരൊക്കെ എന്തിനു വേണ്ടിയായിരുന്നത്? ഭക്ഷണത്തിന്റെ കാര്യത്തിനാണോ? അല്ല, അവരുടെ ആദർശം സംരക്ഷിക്കാനാണ്. ആദർശ സംരക്ഷണം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ ജീവിക്കുന്നത്? അതാണ് നമ്മൾ അമാനത്താണ് പറഞ്ഞ ഈ കുട്ടികൾ അതാണ് പ്രമേയമാക്കിയിരിക്കുന്നത്. ആദർശ സംരക്ഷണമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലുത്. അതില്ലെങ്കിൽ പിന്നെ അവൻ എന്തിനാണ് കൊള്ളുന്നത്? മൃഗവും അവനും ഒരു വ്യത്യാസവും ഇല്ലാതെ ആയി പോയില്ലേ? മൃഗങ്ങൾക്ക് ആദർശമില്ല, മനുഷ്യർക്ക് ആദർശമുണ്ട്. ആ ആദർശം സംരക്ഷിക്കണം. ആ ആദർശ സംരക്ഷണമാണ് ഈ കാണുന്നതെല്ലാം, ഈ പ്രവർത്തനങ്ങളെല്ലാം. അതിന് കോട്ടം പറ്റുമ്പോൾ ആ ഭാഗത്ത് സമസ്ത ഉണ്ടാവുകയില്ല. അത് പറ്റിയിട്ടുണ്ട് എന്നാണ് CIC-യുടെ സിലബസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് അത് മാറ്റി നിർത്തിയത്. ഇനി അവർ പോകുന്ന വഴിക്ക് അവർ പോകട്ടെ, നമുക്കത് യാതൊരു ബന്ധവുമില്ല. ഇതാണ് സമസ്തന്റെ തീരുമാനം. അപ്പോൾ ഞാൻ നീട്ടി പറയുന്നില്ല. ഈ SNEC അതിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് സമസ്ത നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള സ്ഥാപനങ്ങളാണ് 50 സ്ഥാപനങ്ങൾ ഇപ്പോൾ നമ്മൾ നടത്താൻ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ ഇനിയും ഓരോ ദിവസങ്ങളിലും സ്ഥാപനങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളെ നാം നോക്കിയിട്ട് ആ SNEC-യുടെ ഏത് വിഭാഗത്തിലാണോ നമ്മുടെ കുട്ടികളെ ചേരുന്നത്, ആൺകുട്ടികളെ ഏതിൽ ചേർക്കണം, പെൺകുട്ടികളെ ഏതിൽ ചേർക്കണം, ഭൗതികമായി കൂടുതൽ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലൈഫ് എന്ന പറഞ്ഞ വിഭാഗവും
മതപരമായി കൂടുതൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ശരിയ എന്ന് പറയുന്ന വിഭാഗവും ഇങ്ങനെ രണ്ട് വിഭാഗമാണ്. ഈ രണ്ട് വിഭാഗം ആൺകുട്ടികളതിലുമുണ്ട്, പെൺകുട്ടികൾക്കുള്ളതിലുമുണ്ട്. അത് ഈ ഓരോന്നിലും 7ാം ക്ലാസ് കഴിഞ്ഞവർക്കുമുണ്ട്, 10ാം ക്ലാസ് കഴിഞ്ഞവർക്കുമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 8 വിഭാഗം കുട്ടികളെ നമ്മുടെ സ്ഥാപനങ്ങളിൽ ചേർത്താൻ കഴിയും. അതിൽ പറ്റിയവരെ പറ്റിയ സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി ചേർത്താൻ അതിന് ഉടമയായ രക്ഷിതാക്കളെ അത് ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി നിങ്ങളെ ഉണർത്തുകയാണ്. ഞാൻ നീട്ടി പറയുന്നില്ല, ഒരുപാട് ആശങ്കന്മാർ നമുക്ക് ഇവിടെ സംസാരിക്കുവാനുണ്ട്. സമയം 10 മണിയോ എത്ര കൃത്യമാണ്, അതിലപ്പുറം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വിഷയം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതാണ് ഇവിടെ സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കണമെങ്കിൽ സമസ്തയിൽ നിന്ന് അണിചേരണം.